ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ജനാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് എനിക്ക് നല്ല സുഖമില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ ഷോപ്പിൽ പോയപ്പോൾ നമ്മൾ ഒരു കഷ്ണം ചക്ക വാങ്ങിയിരുന്നു. അപ്പോൾ ചക്കയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അതിലൊരു 10-12 ചുള ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ ചക്കക്കുരു നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരുയൊക്കെ ക്ലീൻ ചെയ്ത് നമ്മളിവിടെ എടുത്തു. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, അതുപോലെ സവോള എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമ്മൾ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തു കേട്ടോ. അതവിടെ ഇരുന്ന് വേകുന്ന സമയത്ത് നമ്മൾ 2 ചെറിയ മാങ്ങ, നല്ല പച്ചമാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിവിടെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ ചക്കക്കുരുവൊക്കെ വെന്ത് തുടങ്ങി. നമ്മുടെ ചക്കക്കുരു വെന്തിട്ട് മാത്രമേ നമ്മൾ അതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. അല്ലെങ്കിൽ ചക്കക്കുരു വേവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മാങ്ങയുടെ പുളിയൊക്കെ ചെല്ലുമ്പോൾ ചക്കക്കുരു വേവാൻ ഭയങ്കര താമസമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മാങ്ങയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ വീണ്ടും മൂടി വെച്ച് വേവിക്കുക കേട്ടോ. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉണക്കച്ചെമ്മീനോട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല രുചിയായിരിക്കും കേട്ടോ. ഉണക്കച്ചെമ്മീൻ ഇഷ്ടമുള്ളവർക്ക് അത് ഓപ്ഷനിലാണ് ഉപയോഗിക്കാം. അതിനുശേഷം നമ്മൾ മൂടി വെച്ചവിടെ മാങ്ങ വേവിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് തേങ്ങ അരച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഒരു മുറിയുടെ പകുതി മുക്കാലും എടുക്കാം. അങ്ങനെ തേങ്ങ അരച്ചിവിടെ മാറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ മാങ്ങയും ചക്കക്കുരുയൊക്കെ വെന്ത് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് തേങ്ങ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. തേങ്ങ ഒഴിച്ച ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് അതിൽ കിടന്ന് തേങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല തിളച്ച് വന്നു കഴിയുമ്പം നമ്മൾ അടുപ്പ് ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് റെഡിയായി, നന്നായിട്ട് പാകത്തിന് ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വരുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണയിൽ കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചുവന്നുള്ളിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇതിലേക്ക് താളിച്ചൊഴിക്കുക കേട്ടോ. താളിച്ചൊഴിച്ച ശേഷം നമ്മൾ പെട്ടെന്നൊന്നും കറി അപ്പം തന്നെ എടുക്കരുത്. ഒരു 5-10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. എങ്കിലാണ് നമ്മൾ ആ താളിച്ചൊഴിച്ച് നല്ല രസമായിട്ട് നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്, നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചക്കക്കുരു മാങ്ങക്കറി നമ്മൾ എങ്ങനെ വെച്ചെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇപ്പം നമ്മളിങ്ങനെ ആലോചിച്ചു ഇനി എന്താണ് ചോറിനൊരു കറിയെന്ന്. ചക്കക്കുരു മാങ്ങ നമുക്ക് ഒഴിച്ച് വയ്ക്കാനുള്ള കറിയാണ്. ഇനി നമ്മൾ അതിൻ്റെ കൂടെ നമ്മളിങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്മുടെ ഫ്രിഡ്ജിൽ കുറച്ച് മത്തി മുളക് വരട്ടിയതിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അതെടുത്ത് പെട്ടെന്ന് വറുത്തെടുത്തു കേട്ടോ. അങ്ങനെ മത്തിയും പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറച്ചി അച്ചാറിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് എല്ലാവരും ഓർക്കുന്നുണ്ടോ? അപ്പോൾ അതിൽ ഇറച്ചി അച്ചാറും നമ്മുടെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇറച്ചി അച്ചാറും നല്ല മത്തി വറുത്തതും നമ്മുടെ ചക്കക്കുരു മാങ്ങക്കറിയൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ടായിരുന്നു നമ്മുടെ ഉച്ചത്തൂണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതായത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ പ്രസ് ചെയ്യാൻ മറക്കരുതെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വിശേഷങ്ങളും നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണും വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.